നമ്മുടെ മരണാനന്തരം അതാ നമ്മുടെ ബന്ധുക്കൾ ആ നിലക്ക് നമ്മുടെ നിർദ്ദേശങ്ങളില്ലാതെ അഥവാ നമ്മൾ അവർക്ക് ദീന് പഠിപ്പിച്ചില്ല, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചില്ല, അങ്ങനെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നമ്മൾ മരണപ്പെട്ടപ്പോ നമ്മുടെ ബന്ധുക്കൾ നമുക്ക് വേണ്ടി ഇസ്ലാം വിരോധിച്ച രൂപത്തിലുള്ള അട്ടഹാസങ്ങളും എണ്ണിപ്പെറുക്കി കരയലും വിലാപ പ്രകടനങ്ങളും ദുഃഖത്തിൻ്റെതായ പ്രത്യേകമായ അനനുവദനീയമായ കാര്യങ്ങളുമൊക്കെ ചെയ്താൽ അത് മുഖേനയും ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അതാ മഹാന്മാര് മനസ്സിലാക്കി എടുത്തുകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ നമുക്കൊരു അധ്യായം തന്നെ കാണാം. ആ അധ്യായത്തിൽ മഹാനവറുകൾ പറയുന്നു, എന്താണ് അദ്ദേഹം പറയുന്നത്? ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ സംബന്ധിച്ച് വിവരിക്കാനുള്ള അധ്യായമാണിത്. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? യുഅസ്സബുൽ മയ്യിതു, മയ്യിത്ത് ശിക്ഷിക്കപ്പെടും, ബിബഅളി ബുകാഇ അഹ്ലിഹി അലൈഹി, അവന്റെ കുടുംബക്കാർ കരയുന്ന ചില കരച്ചിലുകൾ നിമിത്തം മയ്യിത്ത് ശിക്ഷിക്കപ്പെടുകയാണ്. എപ്പോൾ? ഇദാ കാന നൗഹു മിൻ സുന്നതിഹി, ഈ വ്യക്തിയുടെയും സമ്പ്രദായത്തിൽപ്പെട്ടതായിരുന്നു ഈ രൂപത്തിലുള്ള വിലാപങ്ങളെങ്കിൽ, ഇദ്ദേഹം ഇതിനെ എതിർക്കാത്ത ആളായിരുന്നുവെങ്കിൽ, ഇതിനെക്കുറിച്ച് എതിർക്കാത്ത മനുഷ്യനായിരുന്നുവെങ്കിൽ അത് അയാളുടെ ബാധ്യതയാണ്. കുടുംബത്തോട് ജീവിതകാലത്ത് പറയണം, ഞാൻ മരിച്ചാൽ അനിസ്ലാമികമായ വിലാപ പ്രകടനങ്ങൾ പാടില്ല, മാറത്തടിച്ച് നിലവിളിച്ചുകൂടാ, അതേപോലെ തന്നെയുള്ള ക്ഷമകേടിന്റെ വാക്കുകൾ പറഞ്ഞുകൂടാ. അത് തന്നോടെന്ന പോലെ തന്റെ കുടുംബത്തോടും പറയേണ്ടതല്ലേ? അല്ലാഹു പറഞ്ഞില്ലേ, യായിഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുകൊള്ളണേ. അപ്പൊ ജീവിതകാലത്ത് മക്കൾക്കാവട്ടെ ബന്ധുക്കൾക്കാവട്ടെ കൊടുക്കേണ്ട ഉപദേശങ്ങൾ അയാൾ കൊടുത്തില്ല. അങ്ങനത്തെ ഇയാളുടേതായ വീഴ്ച കാരണത്താൽ ഇയാൾ മരണപ്പെട്ടതിന്റെ ശേഷം അതാ കുടുംബത്തിലെ ബന്ധുക്കൾ അലമുറയിട്ട് കരയുന്നുവെങ്കിൽ, പൊട്ടിക്കരയുന്നുവെങ്കിൽ, നിലവിളിച്ചട്ടഹസിക്കുന്നുവെങ്കിൽ, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള നിയാഹത്തിന്റെ വകുപ്പിലേക്ക് പെടുന്ന അട്ടഹാസങ്ങളും ദുഃഖപ്രകടനങ്ങളും ഒക്കെ നടത്തുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഇയാൾക്ക് ബാധ്യതയല്ലേ? കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും നേതാക്കളാണ്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടാതിരിക്കില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അയാൾ അതിന് മൗനാനുവാദം നൽകിയ വ്യക്തിയാണെങ്കിൽ, ജീവിതകാലത്ത് അതിനെ ഒന്നും എതിർക്കാത്ത വ്യക്തിയാണെങ്കിൽ, കുടുംബങ്ങളുടെ കരച്ചിൽ കാരണത്താൽ, ചില കരച്ചിലുകൾ കാരണത്താൽ ഈ വ്യക്തിയുടെ ഖബറിൽ ശിക്ഷയുണ്ടാകാൻ കാരണമാകുന്നു. എന്നിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്നാലോ ഫൈദാ ലം യകുൻ മിൻ സുന്നതിഹി, എന്നാൽ ഈ വ്യക്തി അതിഷ്ടപ്പെടുന്നയാളല്ല, ഇയാൾ അതിനെ എതിർക്കുന്നയാളാണ്, ഉപദേശിച്ചയാളാണ്. എന്നിട്ടും പിന്നെ കുടുംബത്തിൽ അങ്ങനെ ഇസ്ലാമികതകൾ വന്നെങ്കിൽ ഫഹുവ കമാ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ, അത്തരം അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവത്തെ വിശദീകരിച്ചതുപോലെയാണ് കാര്യം. അതെന്താണ്? അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരു കുറ്റവാളിയും വലാ തസിറു ആസിറത്തുൻ വിസ്റ ഉഖ്റാ, മറ്റൊരാളുടെ പാപഭാരം ഒരു പാപഭാരം ഏറ്റെടുക്കുന്നവനും വഹിക്കുന്നതല്ല. മറ്റൊരാൾ ചെയ്ത തെറ്റുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടൂല. അതെപ്പോഴാണ്? ഞാൻ അതിനെതിരാണ്, ഞാനത് പഠിപ്പിച്ചവരാണ്, എന്നിട്ടും ജനങ്ങൾ കേൾക്കാത്തതാണെങ്കിൽ എനിക്ക് ശിക്ഷയില്ല. അതേ അവസരത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, കുടുംബങ്ങളിലുണ്ട് എങ്കിൽ ജീവിതകാലത്ത് തന്നെ അതിനെ എതിർക്കേണ്ടതുണ്ട്, അതിന് അംഗീകാരം കൊടുത്തുകൂടാ, ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇതൊക്കെ വസിയത്ത് പറയുന്ന കക്ഷികൾ വരെ ഉണ്ടായിരുന്നു. മരിച്ചാൽ എന്നെക്കുറിച്ച് നന്നായി മദ്ഹ് പറയണം, നാടൊട്ടാകെ പേരുണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാക്കണം, എന്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയണം, എനിക്ക് വേണ്ടി മാറത്തടിച്ച് നിലവിളിക്കാൻ പെണ്ണുങ്ങളെ ഏർപ്പാട് ചെയ്യണം എന്ന് വരെ എഴുതി വെച്ച കവികൾ ഉണ്ടായിരുന്നു. ചില കവിതാശകലങ്ങളിൽ പോലും ആ രൂപത്തിലുള്ള വസിയത്തുകൾ ജാഹിലിയ്യ കവിതകളിൽ കാണാം. ഇദാ മിത്തു ഫൻഈനി ബിമാ അന അഹ്ലുഹു വശഖി അലയ്യൽ ജൈബ യബ്നത മഅബദി,
ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അർഹമായ നിലക്കുള്ള എല്ലാ പേരും പ്രശസ്തിയും എനിക്ക് നിലനിൽക്കാൻ വേണ്ടി അതൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വിലപിക്കണേ, അതൊക്കെ പ്രസിദ്ധീകരിക്കണേ, അതൊക്കെ ഏറ്റവും സമൂഹത്തിൽ പ്രചരിപ്പിക്കണേ. മാത്രമല്ല മഅബദിന്റെ മോളെ, ഒരു പെണ്ണിനെ വിളിച്ചു കൊടുത്ത വസിയത്താണ്, എന്റെ മരണശേഷം മാറത്തടിച്ച് മാറ് വിളർത്തിക്കൊണ്ട് അതാ ഷർട്ട് കുപ്പായം വലിച്ചൂരിക്കൊണ്ടുവരെ എനിക്ക് വേണ്ടി വിലപിച്ചോളണം, കരഞ്ഞോളണം എന്നുവരെ വസിയത്ത് കൊടുക്കുന്ന ആ രൂപത്തിലുള്ള ഒരു സാഹചര്യം വരെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യുഅസ്സബു ബിബഅദി ബുകാഇ അഹ്ലിഹി അലൈഹി, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ ചിലരുടെ ചില കരച്ചിലുകൾ കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്നു. ചില കരച്ചിലുകൾ എന്നല്ലേ റസൂലുള്ള പറയുന്നത്, ചില കരച്ചിലുകൾ അപ്പൊ ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട്. അതെന്താണ്? മുഅ്മിനായ മനുഷ്യനാവട്ടെ ആരാവട്ടെ, അതാ ഒരാൾക്ക് ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ലേ? അല്ലാഹുവിന്റെ റസൂല് മകന്റെ വേർപാടിന്റെ നേരത്ത് കരഞ്ഞിട്ടില്ലേ? പേരക്കുട്ടിയുടെ വേർപാടിന്റെ നേരത്ത് കരഞ്ഞിട്ടില്ലേ? ആ കരച്ചിൽ അനിസ്ലാമികമല്ല, തെറ്റായ സംഗതിയല്ല, അത് റഹ്മത്തിന്റെ ലക്ഷണമാണ്, ഹൃദയത്തിൽ കാരുണ്യമുണ്ടെന്നുള്ളതിന്റെ അടയാളമാണ്. അതേ അവസരത്തിൽ ക്ഷമകേടിന്റെ വാക്ക് പറയുന്നത് തെറ്റാണ്, മറുത്തടിച്ച് നിലവിളിക്കുന്നത് തെറ്റാണ്, അട്ടഹാസങ്ങളും പൊട്ടിക്കരയലുകളും വിലാപങ്ങളും വാക്കുകളുമൊക്കെ തെറ്റാണ്. റബ്ബിന് വെറുപ്പുള്ളത് എന്തും പറയൽ തെറ്റ് തന്നെ, അത് പാടില്ല. അപ്പൊ അതൊക്കെ വളരെ ഗുരുതരമായ സംഗതികളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ രൂപത്തിലൊക്കെ പല രൂപത്തിലുള്ള പ്രവൃത്തികൾ കാരണമായി കൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുവല്ലോ എങ്കിൽ ഇനി എന്താണ് ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗം എന്താണ്? എന്താണ് അതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ സ്വീകരിക്കേണ്ടത്? മൊത്തത്തിൽ നമ്മൾ തിന്മകളിൽ നിന്ന് അകലെ തന്നെയാണ് മാർഗം. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്കൊക്കെ രക്ഷ കിട്ടണ്ടേ? അതിനെന്താണ് വേണ്ടത്? വളരെ പ്രധാനമായി ആദ്യമതാ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവതായിരുന്നു, അവിടുന്ന് നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചോളൂ. ഇസ്തജീറൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അങ്ങനെ ധാരാളം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാതെ ഒരൊറ്റ നിസ്കാരത്തിൽ നിന്നും വിരമിക്കാറില്ല. ഏതുപോലെ എത്രത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അന്ന റസൂല കാന യുഅല്ലിമുഹും ഹാദ ദുആ കമാ യുഅല്ലിമുഹും സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പഠിപ്പിക്കും പോലെ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ ആളുകൾക്ക് അവർ നമസ്കാരത്തിൽ ആ വാചകം പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിസ്കാരത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത് ഓർമ്മയിലുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതാ ഇരുന്ന് കഴിഞ്ഞാൽ അത്തഹിയാത്തിൽ അങ്ങ് തുടങ്ങിയിട്ട് മസീഹ് ദജ്ജാൽ വരെ അങ്ങ് സ്പീഡിൽ പാരായണം ചെയ്ത് പോയി എന്നതല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ റബ്ബിനോട് എന്താ ചോദിച്ചത്? അത് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടോ? അത് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടോ? അതാലോചിക്കുന്ന നമസ്കാരക്കാരുണ്ടോ? ഇല്ലെന്നതാണ് പ്രിയപ്പെട്ടവരെ. 90% ജനങ്ങളുടെയും സ്ഥിതി അതാണ്. നിസ്കാരത്തിൽ അങ്ങനെ ഇരുന്ന് പറയുന്നു എന്നതല്ലാതെ മനസ്സിൽ തട്ടുന്നില്ല. കാരണം നിസ്കാരത്തിന് ശരീരം മാത്രമേ മുസല്ലയിലുള്ളൂ, മനസ്സ് മറ്റെവിടെയോ പതറി നടക്കുന്നു. ഇതാ നമ്മുടെ ദുരന്തം. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞുകൊണ്ട് 5 നേരം ഇങ്ങനെ അല്ലാഹുവിനോട് ഇങ്ങനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുമ്പോ ഇസ്ലാമികമായിട്ടൊരു നിയമം കൂടിയുണ്ട്. എന്താണ്? പ്രാർത്ഥിക്കുന്ന കാര്യത്തും സഫലീകരിച്ച് കിട്ടാൻ പ്രവർത്തിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അല്ലാഹുവേ എനിക്കൊരു സന്താനത്തെ തരണേ എന്നൊരാൾ ഇങ്ങനെ രാപ്പകൽ ദുആ ചെയ്യുന്നു. അയാളോട് ചോദിക്കപ്പെടുന്നു, വിവാഹം കഴിഞ്ഞിട്ട് നാളെത്രയായി? അയാൾ പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല.
പിന്നെ എന്ത് പ്രാർത്ഥനയാണ്? ഒരാൾ പറയുന്നു, അല്ലാഹുവേ കച്ചവടത്തിൽ ബർക്കത്ത്. തിരിച്ചു ചോദിക്കപ്പെടുന്നു, നിങ്ങൾക്ക് എത്ര ഷോപ്പുകളുണ്ട്? നിങ്ങൾക്ക് എന്താണ് ബിസിനസ്? ഇല്ല, ഞാൻ ഒന്നിലേക്കും ഇറങ്ങിയിട്ടില്ല. ആ പ്രാർത്ഥന എത്ര മണ്ടത്തരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന കാര്യം അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കാൻ അവരവരാൽ ചെയ്യുന്ന പ്രവൃത്തി വേണ്ടേ? അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് 5 നേരം അങ്ങ് പ്രാർത്ഥിച്ച് സലാം വീട്ടിയാൽ മതിയോ? പോരല്ലോ. ആ രക്ഷ കിട്ടാൻ ആവശ്യമായത് എന്താണ്? ഒന്നാമത് നമ്മൾ മുവഹ്ഹിദുകളായി തീരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്ത് തൗഹീദിന്റെ ആദർശത്തിനെതിരെ ചെയ്തുകൂടാ. മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ സത്യസാക്ഷ്യത്തിന്റെ ആദർശത്തിന് വിരുദ്ധം ചെയ്തവർക്ക് ഖബറിൽ ശിക്ഷ തന്നെ. കാരണം മൻ റബ്ബുക എന്നല്ലേ ആദ്യത്തെ ചോദ്യം. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ തൗഹീദുള്ള മനുഷ്യനെ കൊണ്ടല്ലാതെ സാധ്യമേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ചോദ്യമല്ലേ അടുത്തത്. അതെന്റെ റസൂലാണ്, ഞാൻ പിൻപറ്റിയ നേതാവാണ് എന്ന് പറയണമെങ്കിൽ അതനുസരിച്ച് ജീവിച്ചവനല്ലാതെ സാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. രണ്ടാമത് വേണ്ടത് എന്താണ്? സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യണം. നിർബന്ധമായതിന് പുറമേ സുന്നത്തുകൾ അധികരിപ്പിക്കണം. കാരണം നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ഹജ്ജുകൾ, ഉംറകൾ, നമ്മുടെ സ്വലാത്തുകൾ, അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹം കാണിച്ചത്, ബന്ധുക്കളോടുള്ള യഥാർത്ഥമായ നിലക്കുള്ള ബന്ധങ്ങൾ നിലനിർത്തിയത്, അതുപോലെ തന്നെ ജനങ്ങളോട് സതുപദേശം നടത്തിയത്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങളിലൊക്കെ സഹകരിച്ചു കൊടുത്തത്, ഇതൊക്കെ നമ്മുടെ ഖബറിൽ വരുമ്പോ അനഅമലുക സാലിഹ് പേടിച്ചരണ്ട് കിടക്കുന്ന നേരത്തെ അതാ ആരാരും തുണയില്ലാത്ത ആ ഖബറിലതാ സുന്ദരനായ ഒരു മനുഷ്യന്റെ വേഷത്തിലതാ നമ്മുടെ നിസ്കാരം കയറി വരുന്നു എന്ന് കേട്ടില്ലേ? സക്കാത്ത് കയറി വരുന്നു, സൽക്കർമ്മങ്ങൾ മുഴുവനും കയറി വരികയാണ്. പേടിക്കണ്ട കേട്ടോ. അനഅമലുക സാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് കേട്ടോ, ഞാൻ നിനക്ക് കൂട്ടിനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ ആ ഖബറിലെ സുരക്ഷിതത്വത്തിന് കാരണമായി തീരുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ തന്നെ. അതുകൊണ്ട് ഖബറിൽ സമാധാനം വേണോ, ശിക്ഷിക്കപ്പെടാത്ത അവസ്ഥ വേണോ, രക്ഷയുടെ സാഹചര്യം വേണോ, സൽക്കർമ്മങ്ങൾ നന്നായി അധികരിപ്പിച്ചോളണം. അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ, ഒരു കാര്യം കേൾക്കുമ്പോ ഒക്കെ വേണം തോന്നും, കുറച്ചു കഴിഞ്ഞാൽ പോകുന്നു. അതാ ഒരു പാത്രം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ച പ്രതീതിയാണ് നമ്മൾ ഉപദേശിക്കുമ്പോഴും ഉപദേശം കേൾക്കുമ്പോഴും. അതവിടെ തീർന്നു, ഉള്ളിലേക്ക് കയറിയില്ല, ഉള്ളിലേക്ക് സ്വാധീനിച്ചില്ല. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഈമാൻ വർദ്ധിച്ചിരുന്നു. അത് അവരുടെ ചരിത്രം. അങ്ങനെ ഖുർആൻ പറയുമ്പോ നമ്മുടെ സ്ഥിതി ഇന്ന് എന്താണ്? എത്ര ആയത്ത് കേട്ടാലും, എത്ര ഹദീസ് കേട്ടാലും, എത്ര തന്നെ കേട്ടാലും ഞാൻ എന്റെ സിനിമ വിടൂല, എന്റെ സീരിയൽ നിർത്തൂല, എന്റെ ഹറാമായ പണി നിർത്തൂല, എന്റെ ഹറാമായ സമ്പാദ്യം നിർത്തൂല, ഹറാമായ വേഷം ധരിച്ച് പുറത്തിറങ്ങൽ അവസാനിപ്പിക്കൂല, പലിശ തിന്നൽ നിർത്തൂല, ഹറാമിന് പണം കൊടുക്കൽ നിർത്തൂല, ഹറാമിന്റെ വേദികളിലേക്ക് പോകൽ നിർത്തൂല, ഹറാമ് കണ്ടാസ്വദിക്കലും കേട്ടാസ്വദിക്കലുമൊന്നും ഞാൻ നിർത്തൂല. കാരണം എനിക്കെന്ത് കേട്ടാലും, എത്ര തന്നെ ഓതി കേട്ടാലും വല്ലാ മുസ്തക്ബിറ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ. അല്ലാഹ് പറഞ്ഞില്ലേ ചില ആളുകളെ സംബന്ധിച്ച്? എന്താ പറഞ്ഞത്? എത്ര ആയത്തും ഹദീസും ഒക്കെ അവൻ ഓതിക്കൊടുത്താലും വല്ലാ മുസ്തക്ബിറ, അവൻ അഹങ്കാരിയായി കൊണ്ട് തിരിഞ്ഞു പോകും. കഅല്ലം യസ്മഅഹാ, അവനൊന്നും കേൾക്കാത്തവനെ പോലെ ഏതുപോലെയുണ്ട്. അവന്റെ ഈ കാതുകളിൽ അതാ എന്തോ ഉരുക്കി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. പറയുന്നവരവിടെ പറയട്ടെ, എഴുതുന്നവർ എഴുതട്ടെ. എനിക്കെന്റെ ജീവിതം ഈ മുന്തിരിച്ചാറ് പോലെയുള്ള ജീവിതം ആസ്വദിച്ചേ പറ്റൂ. കുറച്ചു കാലം കഴിയുമ്പോ ദീനൊക്കെ ചിന്തിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബി
റബ്ബിന്റെ കൽപ്പനക്കെതിരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ ഖബറിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. എത്രയും പെട്ടെന്ന് പൊഴിഞ്ഞു തീരുന്ന ജീവിതം കണ്ടില്ലേ നമ്മുടെ സഹോദരങ്ങളതാ എയർപോർട്ടിൽ താരമായി മാറിയില്ലേ, കരിക്കട്ട പോലെ ആയില്ലേ. മനുഷ്യന്റെ സ്ഥിതി അത്രയല്ലേ ഉള്ളൂ. കുടുംബത്തെ കാണാൻ വേണ്ടിയതാ എത്ര മോഹിച്ചു പുറപ്പെട്ടവരാണ്. ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്ത നേരത്താ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടായ ആഹ്ലാദം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ. അതാ മയ്യത്ത് പോലും തിരിച്ചറിയപ്പെടാതെ പോയില്ലേ. DNA ടെസ്റ്റ് നടത്തണം എന്നാ പറയുന്നത്. എന്തിന്? ഇതാരുടെ ബോഡിയാണ് തിരിച്ചറിയാൻ, ഇതാരുടെ ബോഡിയാണെന്ന് തിരിച്ചറിയാൻ ടെസ്റ്റ് നടത്താനാണ് കാത്തിരിക്കപ്പെടുന്നത്. പലതും ടെസ്റ്റ് നടത്തിയിട്ടാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ആരാണ് ഈ മനുഷ്യൻ? എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള പ്രവാസി. ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ലോഞ്ചിൽ കാത്തിരുന്നിട്ട് സന്തോഷത്തോടെ കയറിപ്പോയിരുന്നിട്ട് സീറ്റ് ബെൽറ്റ് മുറുക്കിയിട്ടിട്ട് അതാ തന്റെ കുടുംബത്തെ ഏതാനും മണിക്കൂറുകൾക്കകം ചെന്നു ചേരാമെന്ന് വിചാരിച്ച പ്രവാസികളായ ആളുകൾ കരിക്കട്ട പോലെ അതാ അങ്ങ് കത്തിയമർന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ. അവരിലെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു വലിയ ഖൈറും ബർക്കത്തും ഷഹീദുകളുടെ പദവിയും ഉണ്ടല്ലോ. മുഅ്മിനുകളാണെങ്കിൽ അവർക്ക് ആ പദവി ഉണ്ടല്ലോ. മരിച്ചുപോയവർ പോയി, ജീവിച്ചിരിക്കുന്ന നമുക്കും പാഠമില്ലേ? രക്ഷപ്പെട്ടവർക്കും പാഠമില്ലേ? ആ രക്ഷപ്പെട്ട സഹോദരൻ ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ അതാ ഈ റൂമിലടക്കം ഇരുന്നു കൊണ്ട് ക്ലാസ് ശ്രവിച്ചിരുന്ന ഒരു സഹോദരനല്ലേ അതിൽ രക്ഷപ്പെട്ടത്? ഖുത്ബ ശ്രവിച്ചിരുന്ന ഒരു സഹോദരനല്ലേ രക്ഷപ്പെട്ടത്? ഒരു പരിക്കുകളും ഏൽക്കാതെ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട ആ വ്യക്തി ഇന്നലെയുള്ളവന് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നിനക്ക് ഏറ്റവും വലിയ റഹ്മത്താണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ശേഷിക്കുന്ന കാലഘട്ടം ഒരിക്കലും അഹങ്കരിക്കാതെ റബ്ബിന്റെ തൗഹീദിന്റെ പ്രചരണത്തിന്റെ പാതയിൽ ഇറങ്ങിത്തിരിക്കണേ. മനസ്സ് തൊട്ടുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് ഏറ്റെടുത്തു. അല്ലാഹു അദ്ദേഹം ആ ഏറ്റെടുത്ത ആ കാര്യം അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് പാഠമില്ലേ, നമുക്കൊരുപാട് ഉൾക്കൊള്ളാനില്ലേ? നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. അത് കേട്ട ഏതാനും ദിവസത്തേക്കൊരു നടുക്കം. ഇപ്പോഴോ ആ രംഗം അങ്ങ് മംഗലാപുരത്ത് നടന്ന രംഗം ആ രൂപത്തിൽ നമ്മൾ കണ്ടു. അത്